കണ്ണുകൾ കൊണ്ട് വശ്യമായി പ്രണയിക്കാൻ ഫഹദിനോളം കഴിവുള്ള മറ്റൊരു നടനില്ല. ഇഷ്ടമാണ് ഇതിങ്ങനെയല്ലാതെ എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂട. ഒരു 10 സെക്കൻഡ് അയാളുടെ കണ്ണിലേക്ക് ഇമ ചിമ്മാതെ നോക്കിയിരുന്നാൽ അയാൾ നമ്മളെ പ്രണയ ചുഴിയിൽ പെടുത്തിക്കളയും. റസൂലിന്റെയും മഹേഷിന്റെയും പ്രകാശന്റെയും മനുവിന്റെയും ബാലുവിന്റെയും എല്ലാം പ്രണയം ഒരു തരത്തിലുള്ള ആവർത്തന വിരസതയും ഇല്ലാതെ നമ്മുടെ ചങ്കിൽ വന്ന് കൊള്ളുന്നുണ്ട്. സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള യുവാക്കളുടെ, അവരിലെ കാമുകന്മാരുടെ കലർപ്പില്ലാത്ത റെപ്രസെന്റേഷൻസ് ഫഹദ് എന്ന അനുഗ്രഹീത കലാകാരനിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ജീവിത സാഹചര്യത്തിൽ വലഞ്ഞ് കൊച്ചി നഗരത്തിലെ ഒരു തുണിക്കടയിൽ സെയിൽസ് ഗേളായി വരുന്ന അന്നയും ഡ്രൈവറായ റസൂലും തമ്മിലുള്ള ഗാഢമായ പ്രണയം. നഗരത്തിന്റെ ജീവിതവും തിരക്കും സൗന്ദര്യവും വ്യത്യസ്തമായ രീതിയിൽ പറഞ്ഞ ഈ സിനിമ ആവിഷ്കരണത്തിലും അവതരണത്തിലും പതിവ് രീതികളെ അട്ടിമറിക്കുന്ന ഒന്നായിരുന്നു. പുണ്യാളന്റെ മുന്നിലെ മെഴുകുതിരിനാളത്തിന്റെ വെളിച്ചത്തിൽ തിളങ്ങി നിൽക്കുന്ന അന്നയുടെ മുഖത്തേക്ക് കണ്ടെടുക്കാതെ നോക്കി നിൽക്കുന്ന റസൂലിനെ ആർക്കാണ് മറക്കാൻ കഴിയുക? അവൻ വാക്കുകൾ കൊണ്ട് അവളോട് സംസാരിക്കുന്നില്ല, പക്ഷെ അവളുടെ വഴിയിൽ അവളെ തേടി അവന്റെ കണ്ണുകൾ അലഞ്ഞുകൊണ്ടേയിരുന്നു. അവളെ തേടി അലയുന്ന ആ കണ്ണുകളെ അവളും തിരിച്ചറിയുന്നുണ്ട്. അവൻ ആദ്യമായി അവളോട് സംസാരിക്കുന്നത് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയാനാണ്. എന്തേലും ഒന്ന് പറഞ്ഞിട്ട് പോകും. എനിക്ക് തന്നെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കടയിൽ വന്നത്. എന്തുകൊണ്ട് നടക്കില്ല? അന്നയ്ക്ക് തിരിച്ച് റസൂലിനെ പ്രണയിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അത്രയും മനോഹരമായിട്ടാണ് റസൂൽ അന്നയെ പ്രണയിച്ചത്. ഈ ലോകത്തോളം വലിപ്പത്തിലാണ് അവൻ അവളെ സ്നേഹിച്ചത്. ഒരു സാധാരണ കട്ടപ്പനക്കാരനായ മഹേഷ് സൗമ്യയെ സ്നേഹിക്കുന്നതും ഒടുവിൽ അവൾ വഴിയിൽ ഉപേക്ഷിച്ചു പോകുമ്പോൾ ആ പ്രണയനഷ്ടത്തെ നേരിടുന്നതും അസാധാരണമായാണ്. തൻ്റെ ക്യാമറയിലൂടെ ഓരോ തവണ സൗമ്യയെ ഒപ്പിയെടുക്കുമ്പോഴും തൻ്റെ ഹൃദയത്തിൽ അവളുടെ രൂപം ആഴത്തിൽ പതിപ്പിക്കുകയാണ് അയാൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവൾ എത്രയൊക്കെ ആഴത്തിൽ അയാളെ വേദനിപ്പിച്ചാലും തിരിച്ച് സ്നേഹിക്കുകയല്ലാതെ ഒരിക്കലും അവളെ വെറുക്കാൻ അയാൾക്ക് കഴിയില്ല. ആ കൊച്ചു നിന്നെ പറ്റിച്ചു കളഞ്ഞല്ലേ? അത് ഞാനായിട്ട് വേണ്ടെന്ന് വെച്ചാൽ ഒരു വിഷമം. പ്രണയത്തകർച്ച നേരിട്ട ഈഷയ്ക്ക് ഒരു നല്ല സുഹൃത്താവാൻ ബാലുവിന് കഴിയുന്നുണ്ട്. ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ കൂടെ ജോലി ചെയ്യുന്ന ഒരു കൊളീഗിനോടുള്ള കൺസേണിനപ്പുറം ആ റിലേഷൻഷിപ്പ് വളരുന്നുണ്ട്. അവർ പ്രണയത്തിലാവുകയും വളരെ പെട്ടെന്ന് തന്നെ അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും ബാലുവിന് എപ്പോഴാണ് എന്നോട് പ്രേമം തോന്നിയത്? പക്ഷേ ഒരുമിച്ചുള്ള ജീവിതത്തിന്റെ ആദ്യത്തെ കൗതുകങ്ങൾക്കെല്ലാം ശേഷം ജീവിതത്തിന്റെ സ്ട്രഗിൾ ഫേസിലേക്ക് കടക്കുമ്പോൾ ആ പ്രണയം നിലനിർത്താൻ അവർക്ക് കഴിയുന്നില്ല. പിന്നീടുണ്ടാകുന്ന വേർപിരിയൽ ബാലുവിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ടെങ്കിലും പക്വമായ തിരിച്ചറിവിലേക്ക് അയാൾ മെല്ലെ നടന്ന് കയറുന്നുണ്ട്. ഒട്ടും സത്യസന്ധമല്ലാത്ത പ്രണയത്തിന്റെ വക്താവാണ് പ്രകാശൻ. ഞാനിപ്പോ പ്രകാശനല്ല, ആകാശ്. അവനവനെ കുറിച്ച് മാത്രം ആലോചിച്ച് അതിന്റെ ലാഭനഷ്ട കണക്കുകൾ മാത്രം കണക്കുകൂട്ടി പ്രണയിക്കാനും പ്രണയം വേണ്ടെന്ന് വെക്കാനും വീണ്ടും പ്രണയം അഭിനയിക്കാനും ഒക്കെ കഴിയുന്ന ഒരു പെർഫെക്റ്റ് ഫ്രോഡ്. അവൻ കോളേജിൽ വെച്ച് സലോമിയോട് ചെയ്യുന്നതിന് വളരെ വൃത്തിയായി പ്രകാശന് പണി കൊടുക്കുന്നുണ്ട് സലോമി. ഇത് നമ്മുടെ സലോമി കൂടെ നിൽക്കുന്ന ആ ജർമ്മൻകാരൻ സാഹിബിനെ ആ വഞ്ചക്ക് കെട്ടി. പിന്നീട് മുന്നോട്ടുള്ള ജീവിതത്തിൽ അനുഭവങ്ങളിലൂടെ അയാൾ നേടിയെടുക്കുന്ന കുറച്ച് തിരിച്ചറിവുകളുണ്ട്. ആ തിരിച്ചറിവുകളാണ് സലോമി തന്നോട് ചെയ്തത് എന്താണെന്നും താൻ പണ്ട് സലോമിയോട് ചെയ്തത് എന്താണെന്നും പ്രകാശന് മനസ്സിലാക്കി കൊടുക്കുന്നത്. ആകാശത്തായിരുന്നു, ഇപ്പൊ ഭൂമി. ഞാൻ പ്രകാശൻ. തന്റെ ഭാര്യയുടെ ജയിൽ മോചനത്തിനായി പണം റെഡിയാക്കാൻ കഷ്ടപ്പെട്ട് നെട്ടോട്ടം ഓടുന്ന മനുവിലും വളരെ സെൽഫ് സെന്റേർഡായി സിസ്റ്റമാറ്റിക്കായി ജീവിച്ചു പോരുന്ന ഹരിയുടെ ഉള്ളിലേക്ക് ആദ്യമായി പ്രണയത്തിന്റെ ചിത്രശലഭങ്ങളെ പറത്തിവിടുന്ന നാണിയിലും നമുക്ക് പ്രണയത്തിന്റെ 2 വ്യത്യസ്തമായ തലങ്ങൾ കാണാൻ സാധിക്കും. എനിക്കെന്തോ നഷ്ടപ്പെട്ടു. അതിന് നഷ്ടപ്പെടാൻ എന്തെങ്കിലും കിട്ടിയിരുന്നോ? അറിയില്ല. അങ്ങനെ പ്രണയത്തിന്റെ സർവ്വ തലങ്ങളിലേക്കും അതിമനോഹരമായി സഞ്ചരിച്ചെത്താൻ ഫഹദ് ഫാസിൽ എന്ന നടന് സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുകൊണ്ടൊന്നും ഇത് അവസാനിക്കുന്നില്ല. വീണ്ടും ഒരുപാട് നല്ല പ്രണയ കാവ്യങ്ങൾ അയാളിലെ കാമുകനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം.